ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളെല്ലാവരും ടൈപ്പ് ചെയ്യുന്ന ഡൗട്ട്സും കമൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം റിപ്ലൈ ടൈപ്പ് ചെയ്തിടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഒന്നോ രണ്ടോ വാക്കിൽ എഴുതിയാൽ പോരല്ലോ, ഒരു മറുപടി എല്ലാം ലോങ് ആൻസേഴ്സ് ടൈപ്പാണ്. അപ്പോൾ നമ്മൾ കുത്തിയിരുന്ന് ടൈപ്പ് എഴുതുമ്പോൾ നമ്മുടെ നെക്ക്, മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ടെക്സ്റ്റ് നെക്ക് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഈ നെക്ക് ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഡിസ്കിന് നല്ല പ്രോബ്ലം വരും. എസ്പെഷ്യലി ആഫ്റ്റർ 30 ഇയേഴ്സ് കഴിഞ്ഞവരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഐ ലെവലിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, വോയിസ് മെസ്സേജിലൂടെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അല്ലാത്ത രീതിയിലൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കണ്ടാണ് ഞാനതിൻ്റെ റിപ്ലൈ തരാത്ത. എല്ലാവരും മനസ്സിലാക്കുക. ഒന്ന് രണ്ട് പേരുടെ പരിഭവത്തോടു കൂടിയുള്ള സ്നേഹത്തോടു കൂടിയുള്ള പരിഭവം ഞാൻ വായിച്ചു, അതുകൊണ്ടാണ് ഇത് റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ പറ്റുന്നത്ര Q&Aയിൽ കവർ ചെയ്യുക. അല്ലാത്തത് കുറേ കോമൺ രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടല്ലോ, വായിച്ചു നോക്കുമ്പോൾ കുറേ പേർക്ക് ഇത് അറിയണം തോന്നുന്നത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുക എന്നുള്ളതാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ കമൻസ് കാണാത്തതോ ഒന്നുമല്ല. അപ്പം എല്ലാവരും ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളതും അതാണ്. നിങ്ങൾ ഒത്തിരി നേരം കുനിഞ്ഞിരുന്ന് വീഡിയോസ് കാണുമോ അല്ലെങ്കിൽ എഴുതുമോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യരുത്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആകുമ്പോൾ കേട്ടാൽ മതിയല്ലോ, ഫോൺ സൈഡിൽ വെച്ചിട്ട് ഓൺ ചെയ്താൽ മതി. അങ്ങനെ കേൾക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ഐ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. കാരണം ഡെലിവറി സമയത്ത് നമ്മുടെ മസിൽസൊക്കെ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഓവർ സ്ട്രെയിൻ ആക്കിയിട്ട് കൊടുക്കാതിരിക്കുക. കുനിഞ്ഞ് നിൽക്കാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. ഈവൻ കുട്ടികളുടെ വരെ സ്പൈന് ടെക്സ്റ്റ് നെക്ക് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക് പ്രൊട്രൂഡ് ചെയ്തിട്ട് നമ്മുടെ പുറത്തേക്ക് ഡിസ്ക് തള്ളി വന്നിട്ട് നെർവ്സിനെയൊക്കെ ഞരമ്പുകളൊക്കെ അമർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ അതെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നോ രണ്ടോ പേർക്ക് കമൻറ്റ് ഇട്ടാൽ മറ്റുള്ളവർക്ക് വിഷമാവെന്ന് വിചാരിച്ചാണ് ചിലർക്ക് മാത്രം പോലും ഞാൻ കമൻറ്റ്സ് ഇടാത്തത്. ഇനി എല്ലാവർക്കും ഞാൻ കണ്ടു എന്നുള്ളത് വേണമെങ്കിൽ ഒരു ഹാർട്ട് ഇട്ട് ഇങ്ങനെ പോവാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് Q&Aയിൽ ഡിസ്കസ് ചെയ്യാം, സെപ്പറേറ്റ് വീഡിയോസും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. നിങ്ങളുടെ ഡൗട്ട്സും ചോദിച്ചോളൂ. നമുക്ക് മാക്സിമം നമുക്ക് വീഡിയോസിൽ കവർ ചെയ്യാം. മീൻസ് എത്രയും പേർക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നുണ്ടോ അത്രയല്ലേ നമുക്കും സന്തോഷം കേട്ടോ. സോ നമ്മൾ ഇന്ന് വീഡിയോ ഞാൻ കണ്ടപ്പോൾ, ഇപ്പോൾ ചൂടുകാലമാണ്, കുറേ പേരുടെ കമൻസ് കണ്ടു. തലയിൽ ചൂടുകുരു വരുന്നു, മുഖത്ത് ചൂടുകുരു, ദേഹത്ത് ചൂടുകുരു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു കോമൺ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ്. മുമ്പ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ കാണാത്തവരായിരിക്കും, പഴയ വീഡിയോ ആയതുകൊണ്ട്. പിന്നെ അതിലെ സാലിൻ പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് എടുത്തു പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ചൂടത്ത് എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ചൂടുകുരു തലയിൽ വരുന്നതും മുഖത്ത് വരുന്നതും ദേഹത്ത് വരുന്നതും ഒക്കെ സെയിം ആണ്. ചൂടുകുരു എന്ന് പറയുമ്പോൾ നമ്മുടെ വേർപ്പുണ്ടാകും. വേർപ്പ് ഗ്രന്ഥിയിൽ നിന്ന് വേർപ്പുണ്ടാക്കിയിട്ട് പുറത്തേക്ക് വരുന്ന സുഷിരങ്ങൾ അടഞ്ഞു പോകുമ്പോഴാണ് എക്സസ് ആയിട്ടുള്ള വേർപ്പ് അവിടെ നിന്നിട്ടാണ് ഇങ്ങനെ സ്കിന്നിൽ ചേഞ്ചസ് വരുന്നത്. അതുകൊണ്ടാണ് ചൂട് സമയത്ത്. നമ്മുടെ കുട്ടികൾ വല്ലാണ്ട് വേർക്കുന്നതാണ് ജനറലി. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കും കൂടുതലായിട്ട് ഈ ചൂടുകുരുവായിട്ട് നമ്മൾ കൂടുതൽ കാണും. നമ്മളെക്കാളും കൂടുതൽ ആക്റ്റീവാണ് അവർ. ഒരു സ്ഥലത്ത് തന്നെ അടങ്ങിയിരിക്കില്ല, ചാടിക്കയറി പുറത്തും ഉള്ളിലും ഒക്കെ കളിക്കും. മാത്രമല്ല ഒരു സ്ഥലത്ത് ഫാനിൻ്റെ അടിയിൽ ഇരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് അവർക്ക് ചൂടുകുരു നമ്മളെക്കാളും കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ പേടിക്കേണ്ട കാര്യമാണോ എന്ന് വെച്ചാൽ പേടിക്കേണ്ട കാര്യമേ അല്ല, താനെ മാറുന്നതാണ്. ആകെ ഇതിൻ്റെ ഒരു പ്രശ്നം കാണുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, പിന്നെ ചൊറിച്ചിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ജനറലി മക്കൾക്ക് വേണ്ടി, മുതിർന്നവർക്ക് ഇതന്നെ ഈ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് വേണ്ടി ഞാൻ OP വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല കോട്ടൺ ക്ലോത്ത്സ് ഇടുക. OP നമുക്ക് ഇഷ്ടമാണ് കുട്ടികളെ അണിഞ്ഞൊരിച്ച് ഇങ്ങനെ ഫ്രില്ലൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ ഉള്ളത്, തിളക്കവും സീക്വൻസൊക്കെ ഉള്ളത് നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കാണുമ്പോൾ നല്ല ചന്തമാണ്. പക്ഷെ അത് നിങ്ങൾ വലിയ കല്യാണത്തിനൊക്കെ പോകുമ്പോഴോ അങ്ങനെ ഇട്ട് കൊടുക്കാം. ജനറലി വീട്ടിലും സദാ പുറത്തിറങ്ങുന്ന എല്ലാ കാര്യത്തിനും, ഈവൻ വിരുന്നിന് പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഈ സമ്മർ സമയത്തെങ്കിലും നല്ല കോട്ടൺ പരുത്തി തുണി കൊണ്ടുള്ളത് തന്നെ നമ്മൾ യൂസ് ചെയ്യാം. അത് ലൂസായിട്ടിരിക്കണേ, ടൈറ്റല്ല, ലൂസായിട്ടുള്ള പാൻറ്റ് അല്ലെങ്കിൽ സ്കേർട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോട്ടൺ പൈജാമാസ് പോലത്തെ ഉള്ള സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടുള്ള കംഫർട്ടബിൾ ക്ലോത്ത്സ്. അപ്പോൾ കോട്ടൺ ക്ലോത്ത്സ്, ലൂസ് ക്ലോത്ത്സ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കുട്ടികൾ കളിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ സ്പഞ്ച് ചെയ്തെടുക്കുക, ഒപ്പിയെടുക്കുക. ഇവരുടെ വേർപ്പൊക്കെ ഒന്നിങ്ങനെ ഉരയ്ക്കരുത്. സ്കിന്ന് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. ഉരയ്ക്കുമ്പോൾ അതൊക്കെ ഉള്ള കുരു പൊട്ടാനും പിന്നെ സ്കിന്നിന് ഡാമേജും ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് നിങ്ങൾ കുട്ടികളെ ഫാനിൻ്റെ അടിയിലേറ്റ് വേർപ്പ് വറ്റാനിരുത്തുക. പിന്നെ ഇടയ്ക്ക് രാവിലെയും വൈകുന്നേരം ഇവരെ കുളിപ്പിക്കുക. ഇപ്പോൾ സമ്മറാകുമ്പോൾ 2 നേരം എന്തായാലും കുളിച്ചോട്ടെ, തലയും കുളിച്ചോട്ടെ, ദേഹം മാത്രമല്ല, അത്രയും വേർപ്പുണ്ടാവും. കുളിച്ചിട്ട് പെട്ടെന്ന് തുടച്ചു കൊടുക്കാം. ചിലർ ചോദിക്കും തണുത്ത വെള്ളം
വെള്ളം തന്നെ വേണോ എന്നുള്ളത് ചോദിക്കും. തണുത്ത വെള്ളമാണെങ്കിൽ നല്ലത്. ചില കുട്ടികൾ പക്ഷെ തണുത്ത വെള്ളം ടോളറേറ്റ് ചെയ്തു എന്ന് വരില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ തണുപ്പ് വിട്ട ചൂടൊക്കെ വെള്ളമൊക്കെ യൂസ് ചെയ്യാം. തലയിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ കുറച്ചുകൂടി കുഞ്ഞു മക്കൾക്കൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വെള്ളത്തിൽ തുണി മുക്കിയിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ തുടച്ചു കൊടുക്കാം. അപ്പോൾ അവിടുത്തെ വേർപ്പ് പോവും, ആ സുഷിരങ്ങൾ ഓപ്പൺ ആവുകയും ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും, ചൊറിച്ചിൽ കുറയുകയും ചെയ്യും. എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു വെച്ചാൽ വന്നു കഴിഞ്ഞ ഒരു കുരു മാക്സിമം ഒരാഴ്ച, പിന്നെയും പുതിയത് വരുന്നത് കൊണ്ടാണ് പിന്നീടും ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വേർപ്പ് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ, വേർപ്പ് കൂടുതൽ ഇങ്ങനെ പുറത്ത് ദേഹത്തൊക്കെ നിൽക്കാണ്ട് നിന്നാൽ തന്നെ ശരിയാവും. തലയും അതേപോലെ കോട്ടൺ ക്ലോത്ത് കൊണ്ട് നിങ്ങൾ തുടച്ച് കൊടുക്കുക. ഇനി അടുത്ത ഡൗട്ടാണ് ഏത് പൗഡർ യൂസ് ചെയ്യണം എന്ന് ചിലർ ചോദിക്കും. ജനറലി നമ്മൾ പൗഡേഴ്സ് ഒന്നും ചൂടുകുരുവിന് റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം എന്താ, പൗഡറും ആ സുഷിരങ്ങൾ പോയി അടഞ്ഞിട്ട് അതിലേക്ക് കൂടുതലാവാനുള്ള ഒരു ചാൻസ് ചില കുട്ടികൾക്ക് കാണാറുണ്ട്. ചിലർക്ക് ഈ പൗഡർ ഇടുമ്പോൾ എന്താ ഒരു കൂളിംഗ് എഫക്റ്റ് അവർ ചിലർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ. അല്ലാതെ കുറേ മെഡിക്കേറ്റഡ് പൗഡേഴ്സ് ഒന്നും റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി സെക്കൻഡ് കാര്യം ചോദിക്കുന്നതാണ്, കുട്ടികളുടെ സാധാരണ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ കുഞ്ഞിന് ഡ്രൈ സ്കിൻ ആണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞ പോലെ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്തോളൂ. അല്ലാതെ ചൂടുകുരുവിനായിട്ട് തിക്കായിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ അത് പിന്നെയും ആ സുഷിരങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെയും ഇത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തിക്കായിട്ടുള്ള ക്രീംസ് ചൂടുകുരു ഉള്ളപ്പോൾ ഉപയോഗിക്കാതിരിക്കുക. മൂന്നാമത്തേതാണ് ചിലർ ചോദിക്കും കലാമിൻ ലോഷൻ വീട്ടിലുണ്ട് കൊടുക്കാവോ? കലാമിൻ ഇച്ചിങ് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ അതൊരു ലോഷൻ പോലത്തെ സാധനം ആയതുകൊണ്ട് ചൊറിച്ചിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ കലാമിൻ ഇട്ടോളൂ. ചൂടുകുരു പോകാനായിട്ട് കലാമിൻ്റെ യാതൊരുവിധ ആവശ്യവും ഇല്ല. അടുത്ത ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ ചൂടുകുരുള്ളപ്പോൾ ഓയിൽ തേക്കാവോ എന്നുള്ളത്. തേക്കാതിരിക്കുകയാണ് നല്ലത്. ഓയിലും ഇതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പം അടുത്ത് ചോദിക്കുന്നത് ഇനി പിന്നെ എന്ത് മരുന്നാണ് കൊടുക്കുക? നിങ്ങളുടെ കുഞ്ഞിന് വല്ലാതെ ചൂടുകുരു വന്നിട്ട് ചൊറിച്ചിൽ വന്ന് തടിച്ചു പൊന്തി ഇത് അസഹ്യനീയമായ രീതിയിൽ, അതായത് പറ്റുന്നില്ല, കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റിയ ചില ഓയിൻമെൻറ്റ്സ് ഉണ്ട് ചൊറിച്ചിൽ കുറയാനൊക്കെ ഉള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഓയിൻമെൻറ്റ് തേക്കാം. പിന്നെ ഭയങ്കര ചൊറിച്ചിലുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ചൊറിച്ചിൽ കുറയാനുള്ള ചില മരുന്നുകളുണ്ട്. അതൊക്കെ സേഫാണ്. പക്ഷെ അത് നമുക്ക് കൂടുതലുള്ളവർക്ക് മതിയല്ലോ. അല്ലാതെ ആവശ്യമില്ലാത്ത മരുന്നുകളുടെ ആർക്കും അതിൻ്റെ ആവശ്യമില്ല. കൂടുതൽ മരുന്ന് ആർക്കും ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പീഡിയാട്രിഷ്യനോട് പോയിട്ട് ചോദിച്ചിട്ട് ആ മരുന്നുകൾ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ചൊറിച്ചിൽ കുറയും. ജനറലി എനിക്കിത് പറയാനാണ്, 2 നേരം നിങ്ങളൊന്ന് കുഞ്ഞിനെ മേല് കഴുകിക്കുകയോ കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്തോളൂ. അപ്പോൾ തന്നെ ചൂടുകുരുവൊക്കെ മാറിപ്പോക്കോളും. ഇനി ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ചോദിച്ചോളൂ. നമുക്കതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഡിസ്കഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരു സിമ്പിൾ കാര്യമാണ്. പക്ഷേ ചൊറിച്ചിൽ ഉള്ളപ്പോൾ അതൊരു സിമ്പിളായിട്ടായിരിക്കില്ല. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതൊരു നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. മുതിർന്നവർക്കും ഈ പറഞ്ഞതേ നമുക്കും ചെയ്യാനുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ പൊട്ടിച്ച് കളയുന്ന പരിപാടിയില്ലേ, ചൂടുകുരു പൊട്ടിക്കുന്നുണ്ട് ചിലരൊക്കെ, അങ്ങനെ ചെയ്യരുത്. അത് സ്കിന്ന് ഡാമേജ് ആവും. പിന്നെ അതിൽ ഇൻഫെക്ഷൻ വരും. പിന്നെ ആ കുരു വലുതാവാനും മുറിവായി മാറാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊട്ടിക്കാതിരിക്കുക, വേർപ്പ് തുടച്ച് കളയുക മാത്രം ചെയ്താൽ മതി. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.